നിങ്ങൾക്ക് പ്രേതങ്ങളിൽ വിശ്വാസമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് പ്രേതങ്ങളിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കഥ കേട്ടു നോക്കണം. പ്രത്യേകിച്ച് ഹൃദയത്തിന് അസുഖമുള്ളവരും പേടി കൂടുതലുള്ളവരും ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഇവിടെ തന്നെ നിർത്തിപ്പോവുക. മുന്നോട്ട് കാണാൻ ശ്രമിക്കരുത്, അത് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അമ്പലക്കുന്നിലെ ഒരു മുസ്ലിം യുവതിയുടെ ശരീരത്തിലേക്ക് കയറിയ ബ്രഹ്മരക്ഷസിൻ്റെ കഥയും പിന്നീട് ആ ഒരു സ്ത്രീ ആ ഒരു രക്ഷസിൻ്റെ ബാധ മൂലമുണ്ടായ ചില അവസ്ഥകളുമാണ് ഈ ഒരു കഥ മുഴുവൻ പറയാനുള്ളത്. അമ്പലക്കുന്നിലെ രക്ഷസിൻ്റെ കഥ പറയാം. ഏകദേശം 1995 കാലഘട്ടങ്ങളിലാണ് ഇത് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഗ്രാമത്തിൻ്റെ പേരോ വ്യക്തിയുടെ പേരോ ഞാനിവിടെ പറയുന്നില്ല, കാരണം അത് തികച്ചും സ്വകാര്യമായി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള കഥകളെ നിങ്ങൾ കൂടുതലായി വിമർശിക്കുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇത്തരത്തിലുള്ള യഥാർത്ഥ കാര്യങ്ങളൊന്നും ഇവിടെ വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു 1995 കാലഘട്ടത്തിലെ ഇത്തരത്തിലുള്ള ഒരു കഥ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു കഥ എനിക്കെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന കഥയാണ്. ഞാൻ നേരത്തെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുകളിലൊക്കെ ഈ ഒരു കഥ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലാം ലഭിച്ച ഒരു കഥ കൂടിയാണ് ഇത്. എന്നാൽ നെഗറ്റീവ് കമൻസും ധാരാളമുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എന്നാൽ നമുക്ക് ഈ അമ്പലക്കുന്നിലെ ഈ ഒരു മുസ്ലിം യുവതിയുടെ കഥ കേൾക്കാം. ആ യുവതിയുടെ പേര് സീനത്ത് എന്നായിരുന്നു. സീനത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു യുവതി തന്നെയായിരുന്നു. കൂടുതൽ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ തന്നെയായിരുന്നു. സീനത്തിന്റെ മാതാപിതാക്കൾക്ക് സീനത്തായിരുന്നു ചെറിയ മക്കൾ. അന്നത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് ഈ ഒരു കാലഘട്ടത്തിലെ പോലെ ഭക്ഷണമില്ല, അത് പാകം ചെയ്യാനുള്ള സൗകര്യങ്ങളുമില്ല. അന്നത്തെ കാലങ്ങളിൽ പ്രധാനമായും ഇത്തരത്തിലുള്ള വീടുകളിൽ നിന്നും സ്ത്രീകൾ വേനൽക്കാലമായാൽ ഇല പൊഴിയുന്ന കാലമായാൽ പ്രത്യേകിച്ച് ചില മലകളിലേക്കും കുന്നുകളിലേക്കും വിറക് ശേഖരിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ ഒരു വിറക് ശേഖരണമാണ് പിന്നീട് അവരുടെ വർഷകാലം മുഴുവൻ അവർക്ക് പാചകം ചെയ്യാനുള്ള തീയായിട്ട് അവർക്ക് ഉപയോഗിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലമായാൽ പ്രത്യേകിച്ച് ഇല പൊഴിയുന്ന കാലങ്ങളായാൽ ആ അമ്പലക്കുന്നിലേക്കും അതുപോലെ തൊട്ടടുത്തുള്ള പല പ്രദേശങ്ങളിലേക്കും വിറക് ശേഖരിക്കാനായി ആ ഒരു ഗ്രാമത്തിലെ യുവതികൾ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റയ്ക്ക് പോകുമായിരുന്നു. എന്നാൽ ഒരു തവണ സീനത്ത് പോയ സമയത്ത് ആ സീനത്തിനെ കാത്തിരുന്നത് ഒരു രക്ഷസിന്റെ ആത്മാവായിരുന്നു എന്ന് സീനത്ത് പോലും അറിഞ്ഞിരുന്നില്ല. അന്ന് വളരെ രാവിലെ തന്നെയായിരുന്നു സീനത്തും തൻ്റെ സുഹൃത്തുക്കളും അന്ന് വിറക് ശേഖരിക്കാനായി അമ്പലക്കുന്നിലേക്ക് പോയിരുന്നത്. എന്നാൽ ഈ അമ്പലക്കുന്നിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ അമ്പലക്കുന്നിനെ കുറിച്ച് എനിക്ക് ഒരു കഥ പറയാനുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പേ എന്നോ സ്ഥാപിതമായ ഒരു ക്ഷേത്രമുണ്ട് അവിടെ. ആ ക്ഷേത്രത്തിൽ കുറേ വർഷങ്ങളായിട്ട് തന്നെ ആരാധന ഉണ്ടായിരുന്നില്ല. അതിന് ചില പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നാൽ വർഷങ്ങളായിട്ട് പ്രാർത്ഥനയില്ലാത്ത ഈ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് അവിടെ ഉണ്ടായിരുന്ന ഉപദേവതകൾക്കൊന്നും പ്രത്യേകിച്ച് വെച്ചു വഴിപാട് കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു ഭാഗത്തെ ബ്രഹ്മരക്ഷസിന് വളരെ കാലങ്ങളായിട്ട് ഒരുപാട് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അന്ന് സീനത്തിൻ്റെ ശരീരത്തിലേക്ക് ആ ബ്രഹ്മരക്ഷസ് കയറാൻ ഇടവന്നത്. അങ്ങനെ വിറക് ശേഖരിച്ചും വെട്ടിയും മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയങ്ങളിൽ അവർ അവിടെ ഇരിക്കുന്നുണ്ട്, ചില സമയം അവർ കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ വിശ്രമവേളയിൽ അവർ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും ഒരു അലർച്ച കേൾക്കാമെന്ന് സീനത്ത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. സീനത്തിന്റെ കൂടെ വന്നിരുന്ന എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇന്നത്തെ കാലത്തെ പോലെയല്ല. അന്നത്തെ കാലങ്ങളിൽ വിശ്വാസം കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ അത് കാര്യമാക്കിയിരുന്നില്ല. കാരണം അവർക്കറിയാമായിരുന്നു ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ദുഷ്ടാത്മാവ് അവരെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അമ്പലക്കുന്നിലെ ഈ ബ്രഹ്മരക്ഷസിന് മോചനത്തിനായി ഒരു മനുഷ്യരക്തം വേണമെന്ന കാര്യം ആ ഒരു ഗ്രാമത്തിലും ആ ഒരു വിറക് ശേഖരിക്കാൻ വന്ന ഈ യുവതികൾക്കൊന്നും അറിയില്ലായിരുന്നു.
അങ്ങനെ അവർ ഈ അമ്പലക്കുന്നിൻ്റെ ക്ഷേത്ര പരിസരത്ത് ധാരാളം വിറകുകളുള്ള ഒരു ഭാഗത്തേക്ക് വിറക് ശേഖരിക്കാനെത്തി. അങ്ങനെ വിറക് ശേഖരിക്കുന്ന സമയത്ത് സീനത്തിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകാം, അത്യാവശ്യം വിറകുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്, ഈ അമ്പലക്കുന്നിൻ്റെ ഈ ക്ഷേത്രഭാഗത്തേക്കൊന്നും നമുക്ക് വരാൻ പാടില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ സീനത്തിൻ്റെ കൺമുമ്പിലേക്ക് ഒരു വലിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ കാണുകയുണ്ടായി. ഇതുകൂടി വെട്ടിയെടുത്ത് പോകാമെന്ന് സീനത്ത് സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആ ഒരു അമ്പലക്കുന്നിൻ്റെ ഭാഗത്തേക്ക്, ആ ഒരു അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ ഭയമായതുകൊണ്ട് തന്നെ സീനത്ത് മാത്രമേ ആ വിറക് ശേഖരിക്കാൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിറക് ശേഖരിക്കുന്നതിനിടയിൽ ഒരു വലിയ കഷ്ണത്തിൽ സീനത്തിൻ്റെ കത്തി കൊണ്ട് ആഞ്ഞു വെട്ടുമ്പോഴായിരുന്നു ആ കത്തി സീനത്തിൻ്റെ കയ്യിൽ കൊണ്ടത്. ഉടനെ തന്നെ സീനത്തിൻ്റെ കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. ആ രക്തം വാർന്നൊഴുകുന്ന സമയത്ത് ആ രക്തം പതിക്കുന്ന ഭാഗം രക്തം തളം കെട്ടി കിടക്കുകയായിരുന്നില്ല. വേനൽ മഴ ലഭിക്കുന്ന മണ്ണ് പോലെ ആ ഒരു രക്തത്തെ ആരോ മണ്ണിലേക്ക് ഊറ്റി കുടിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. രക്തം അതേ സമയം തന്നെ വറ്റിപ്പോകുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ. പെട്ടെന്ന് തന്നെ ആ ഒരു പ്രദേശത്ത് വല്ലാത്ത തരം കാറ്റടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഒരു വലിയ മഴയ്ക്കുള്ള ഒരു കോളും അവിടെ വന്നുകൊണ്ടിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ സീനത്തിനെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സീനത്തിന്റെ കയ്യിൽ നിന്നും ഉറ്റി വീഴുന്ന രക്തത്തുള്ളികളെ കണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും സീനത്തിനരികിലേക്ക് വന്നു. എന്നാൽ ആ ഒരു സമയത്ത് സീനത്തിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. സീനത്ത് ബോധരഹിതയായി പോകുന്ന മട്ടിൽ സീനത്ത് അവിടെ ബോധം കെട്ടുവീണു. ഉടനെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന 1-2 പേർ വീടുകളിൽ ചെന്ന് പറഞ്ഞ് സീനത്തിന്റെ വീട്ടുകാർ അങ്ങോട്ടേക്ക് വന്ന സീനത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഒരുപാട് സമയം ആശുപത്രിയിൽ കിടന്നിട്ടും സീനത്തിന് ബോധം ലഭിച്ചില്ല. എന്നാൽ വളരെ വൈകി സീനത്തിന് ബോധം വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, പേടി കൊണ്ട് തല കറങ്ങി വീണതാവും, വീട്ടിൽ കൊണ്ടുപോയി നന്നായി റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ സീനത്തിനെ വീട്ടിലേക്ക് വിട്ടു. അന്ന് വീട്ടിലെത്തിയ സമയം മുതൽ പിറ്റേ ദിവസം പുലർച്ചെ വരെ സീനത്ത് ഉറങ്ങുക തന്നെയായിരുന്നു. രാവിലെ പെട്ടെന്ന് സീനത്തിന്റെ മാതാപിതാക്കൾ സീനത്തിനെ ഉണർത്തിയതിനു ശേഷം സീനത്തിന് ഭക്ഷണം കൊടുത്തു. എന്നാൽ സീനത്ത് ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. മാതാപിതാക്കളോടും തൻ്റെ സഹോദരങ്ങളോട് പോലും ഒന്നും മിണ്ടുന്നില്ല. ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ അന്ന് സീനത്തിൻ്റെ ഉമ്മ സീനത്തിനായി കൊണ്ടുവന്ന ഭക്ഷണം സീനത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മീൻ കറിയും കപ്പക്കിഴങ്ങുമായിരുന്നു. എന്നാൽ ഈ ഒരു മീൻ കണ്ടതു മുതൽ സീനത്തിന് വളരെയധികം ഛർദ്ദിക്കാൻ വരുന്നത് പോലെ തോന്നി. ആ ഒരു ഭക്ഷണത്തോട് പൂർണ്ണമായും വിരക്തി കാണിച്ചുകൊണ്ടേയിരുന്നു. വെള്ളം പോലും കുടിക്കാതെ സീനത്ത് കഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് സീനത്തിന്റെ മാതാവിനും പിതാവിനും വളരെയധികം സങ്കടം തോന്നി. എന്നാൽ അന്നായിരുന്നു അർദ്ധരാത്രി സീനത്തിന്റെ മുറിയിൽ നിന്ന് സീനത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള രീതിയിൽ സംസാരിക്കുന്നത് കേട്ടത്. ഈ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് സീനത്തിന്റെ മാതാപിതാക്കൾ സീനത്തിന്റെ മുറിയിലേക്ക് വന്നത്. ആ ഒരു സമയത്ത് ആ ഒരു സ്ത്രീ അല്ലാത്തതുപോലെ ഒരു വല്ലാത്ത തരം ഭാവത്തോടും രൂപത്തോടും ആ ഒരു മുറിയിൽ നിൽക്കുന്നു. കട്ടിലിൽ നിന്നും ഉയർന്നു പൊങ്ങി കട്ടിലിലേക്ക് താഴ്ന്നു പൊങ്ങുന്ന രീതിയിലായിരുന്നു ആ ഒരു സ്ത്രീയുടെ കിടപ്പ്. വായുവിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ നീങ്ങിക്കളിക്കുന്ന സീനത്തിനെയായിരുന്നു അന്ന് സീനത്തിന്റെ മാതാപിതാക്കൾ അവിടെ കണ്ടത്. അത് മാത്രമായിരുന്നില്ല, സീനത്ത് ഇത്രയും കാലം ജീവിച്ചിരുന്ന ആ ഒരു മുസ്ലിം കൾച്ചറിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഹിന്ദു വിശ്വസ്ത കൾച്ചർ പോലെ ഉള്ള സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയുള്ള ഭാഷയിൽ ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ട ഉടൻ തന്നെ സീനത്തിന്റെ രക്ഷിതാക്കൾക്ക് മനസ്സിലായി ഇവളുടെ ശരീരത്തിലേക്ക് എന്തോ ബാധ കയറിയിട്ടുണ്ട് എന്ന്. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു പുരോഹിതനെ കാണിച്ച സമയത്ത് സീനത്തിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, ഇവളുടെ ശരീരത്തിൽ എന്തോ ബാധ കൂടിയതാണ്, നമുക്ക് ചില മന്ത്രങ്ങളിലൂടെ അത് പരിഹരിക്കാം. എന്നാൽ അവിടെ നിന്നും വന്നതിന് ശേഷവും സീനത്തിന്റെ ഈ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഇതൊന്നും ആയിരുന്നില്ല അവർക്ക് കൂടുതൽ പ്രയാസമുണ്ടായിരുന്ന കാര്യം. അർദ്ധരാത്രി ഏകദേശം 12 മണിക്ക് ശേഷം സീനത്തിനെ ആ വീട്ടിൽ കാണാറുണ്ടായിരുന്നില്ല. തിരഞ്ഞിറങ്ങി അന്വേഷിക്കുന്ന സമയത്ത് സീനത്തിന് എപ്പോഴും ലഭിക്കാറുണ്ടായിരുന്നത് ആ അമ്പലക്കുന്നിലെ ആ ഒരു ബ്രഹ്മരക്ഷസിനെ തളച്ചിട്ട ആ ഒരു കൽമണ്ഡപത്തിന് അടുത്ത് അവിടെ ഇരിക്കുന്ന നിലയിൽ എപ്പോഴും സീനത്തിനെ കാണാറുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ചയായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയതും ഏറ്റവും കൂടുതൽ വിഷമപ്പെടുത്തിയതും. എന്നാൽ ആ പുരോഹിതനെ കണ്ടതിന് ശേഷം അവളുടെ ശരീരത്തിലും ഭാവത്തിലും മാറ്റമില്ലാത്തത് കാരണം ആ അമ്പലക്കുന്നിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരുന്ന ഒരു പൂജാരിയെ ചെന്ന് കണ്ടു.
ആ പൂജാരി പറഞ്ഞു, ഇവളുടെ ശരീരത്തിലേക്ക് ഇവിടുത്തെ ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം കടന്നിരിക്കുന്നു. എന്നാൽ ഇത് എനിക്ക് പരിഹരിക്കാനാവില്ല. ഇത് പരിഹരിക്കണമെങ്കിൽ ദൂരദേശങ്ങളിൽ നിന്നും ചില മന്ത്രവാദികൾ വരണമെന്ന്. എന്നാൽ അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മന്ത്രവാദികൾ എത്താൻ സമയമെടുക്കുന്നത് കൊണ്ട് തന്നെ സീനത്തിന്റെ രക്ഷിതാക്കൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കാത്തിരിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ സീനത്തിന്റെ മാതാപിതാക്കൾ ആ ഒരു മന്ത്രവാദികളെ കാത്ത് അവിടെ തന്നെ ഇരുന്നു. എന്നാൽ ദിവസങ്ങൾ ചെല്ലുന്തോറും സീനത്തിന്റെ ശരീരം പോലും മാറിക്കൊണ്ടിരുന്നു. ബ്രഹ്മരക്ഷസുകളെ പോലെ ശരീരം മുഴുവൻ രോമങ്ങൾ വളർന്ന്, താടിയും മുടിയും നീണ്ടു വളർന്ന്, കണ്ണുകൾ കുഴിയിലേക്ക് നീങ്ങി ഒരു പ്രാകൃത രൂപമുള്ള ഒരു ഭീകര ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്ന സീനത്തിനെ ദിവസവും അവരുടെ മാതാപിതാക്കൾ കണ്ടുകൊണ്ടേയിരുന്നു. എന്നാൽ എവിടെ നിന്നോ ഒരു ദൈവദൂതനെ പോലെ ഒരു മന്ത്രവാദി അങ്ങോട്ടേക്കെത്തി. എന്നിട്ട് സീനത്തിനെ ആവാഹനത്തിലൂടെയും ഉച്ചാരണത്തിലൂടെയും ആ ഒരു ബ്രഹ്മരക്ഷസിന്റെ സാന്നിധ്യം മൊത്തത്തിൽ അവിടെ നിന്നും ആവാഹിച്ച് ആ അമ്പലക്കുന്നിലെ ആ ഒരു ബലിക്കല്ലിൽ തന്നെ തളച്ചിട്ടു. എന്നിട്ട് അതിനുശേഷം സീനത്തിന്റെ മാതാപിതാക്കളോടും സീനത്തിനോടും ഇനി ഒരു കാരണവശാലും നിങ്ങൾ അമ്പലക്കുന്നിന്റെ ഭാഗത്തേക്ക് പോകരുതെന്നും, നിങ്ങൾ ഈ ഒരു പ്രദേശത്തു നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും ആ ഒരു പുരോഹിതൻ ഉപദേശം നൽകി. അങ്ങനെ പിന്നീട് സീനത്തിന്റെ ശരീരത്തിലേക്ക് ആ ഒരു രക്തരക്ഷസ് കടക്കാതിരിക്കാനായി അവർ അവിടെ നിന്നും മാറി താമസിക്കാൻ തുടങ്ങി. പിന്നീട് ഈ കാലഘട്ടം അത്രയും സീനത്തിന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാലും ഇന്നും ആ അമ്പലക്കുന്നും ആ അമ്പലവും ആ ഒരു ബലിക്കലും ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു. ചിലപ്പോൾ നാളെ ഒരു മനുഷ്യന്റെ രക്തം ആ ഒരു ബലിക്കല്ലിൽ പതിച്ചാൽ വീണ്ടും ആ ഒരു ബ്രഹ്മരക്ഷസ് അവിടെ ഉയർത്തെഴുന്നേൽക്കും എന്ന് പലരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് പ്രസക്തി ഇല്ലാതായിരിക്കും. എന്നാൽ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഗ്രാമത്തിലെ പലരും പോകാറുണ്ട്. അവിടെ പല രീതിയിലുള്ള ഹീനമായ പ്രവൃത്തികളും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ആ ഒരു ബ്രഹ്മരക്ഷസ് പുനർജനിച്ചിട്ടുണ്ടാവാം, ആരുടെയെങ്കിലും ശരീരത്തിലേക്ക് കയറിയിട്ടുമുണ്ടാവാം. ഓരോ കാലഘട്ടത്തിലും ആത്മാക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വ്യത്യസ്തം തന്നെയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന രീതിയിലാവില്ല ഈ കാലഘട്ടത്തിൽ ആ ഒരു ആത്മാവ് ആ ഒരു ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു കഥ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നാൽ ഈ ഒരു കഥ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കഥ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.